ഹായ് ഹലോ, നമുക്കിന്ന് നല്ലൊരു ചക്കയുടെ കൂടി റെഡിയാക്കാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ചക്കയുടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മധുരം കുറച്ചുമാണ് നമ്മൾ ഈ ചക്കയുടെ റെഡിയാക്കണേ. അപ്പോൾ നമുക്ക് ഷുഗറുകാർക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. വേറെ അധികം മധുരങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം ചക്കയുടെ പരത്താൻ അറിയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കേട്ടോ ഒന്ന് പരത്തി ചെയ്ത് കാണിക്കാമെന്ന് വെച്ചത്. ഹായ് ഹലോ, നമുക്ക് നല്ലൊരു ചക്കയുടെ ആട്ടോ ഒന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ മധുരമൊക്കെ കുറച്ചുണ്ടൊരു ചക്കയുടെ. അപ്പോൾ നമ്മൾ 1 കപ്പ് ചക്ക ഞാൻ വേവിച്ച് എടുത്ത് വെച്ചിരുന്ന ചക്കയാണ്. ഇതില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 ചക്കച്ചുള എടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് അരച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ശർക്കരയുടെ അളവ് നമ്മൾ പറയുന്നത്, മധുരമുണ്ട ചക്കയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ശർക്കര ചേർത്താൽ മതിയാവും. മധുരം ഒട്ടും ഇല്ലാത്ത ചക്കയാണെങ്കിൽ അതനുസരിച്ച് കൂട്ടി ചേർക്കുക കേട്ടോ. അത് അവരവരുടെ ഇഷ്ടം കേട്ടോ. അതിനുശേഷം നമ്മൾ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യുന്നു. അപ്പോൾ വെള്ളം വളരെ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് ഒത്തിരി നേരം കിടന്ന് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മെൽറ്റായ ശർക്കരയിലേക്ക് നമ്മൾ ഈ ചക്ക അങ്ങോട്ട്, ഇത് വേവിച്ചെടുത്ത് വെച്ച ചക്കയാണല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചക്ക മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതവിടെ കിടന്ന് വേവട്ടെ. ചക്ക ഉണ്ട സമയത്ത് നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുറേ ഈ മഴ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കേടായി പോകില്ല. അതിലേക്ക് നമ്മളൊരു 5 ടേബിൾ സ്പൂൺ തിരികെ എടുത്ത തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല പച്ച തേങ്ങയാണെങ്കിൽ, ഉണക്കില്ലാത്ത തേങ്ങയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല. ഈ സമയത്ത് നമുക്ക് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം, ഏലക്കായ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ചക്കയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമെങ്കിൽ ഇതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു പിഞ്ച് ഉപ്പ്, ഏലക്കായ ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3-4 ഏലക്കായ ഇടിച്ച് പൊടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി ചേർത്ത് ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വേറെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ചക്കയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. അപ്പം നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 കപ്പ് റോസ്റ്റഡ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കില്ലേ, ആ അരിപ്പൊടി. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിന് കൂടെ അതിൻ്റെ ഉപ്പിട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തു. അത് ശരിക്കും അങ്ങോട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. അതിലേക്ക് നമ്മൾ ഈ വറുത്ത അരിപ്പൊടി നമ്മളങ്ങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 സെക്കൻഡ് നമ്മളൊന്ന് ഇളക്കി കൂട്ടുക. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. അതിനുശേഷം ആ ചൂടോടുകൂടി എല്ലായിടത്തേക്കും വെള്ളം വരത്തക്ക വിധം ഇളക്കി കൂട്ടുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ്, ഈ സമയത്ത് നമുക്ക് കൈക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല മയമാവും. ഈ പൊടി ഒന്ന് ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് ഒന്ന് ഇളക്കി കൂട്ടണം. നമ്മൾ അടുത്തൊരു ഗ്ലാസ്സിൽ സാദാ വെള്ളം വെച്ചേക്കുക. കൈ വേണമെങ്കിൽ ഒന്ന് നനച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്, കൈ ഒന്ന് നനച്ച് കൊടുക്കാം, കൈക്ക് ഒത്തിരി ചൂടാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ വാഴയുടെ നല്ല കൂമ്പലയാട്ടോ കൊണ്ടുവന്നേക്കണേ. അതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ വാഴയുടെ ഇലയിലും ചെയ്യാം. നമ്മൾ ഇടനയില എന്ന് പറയും ഇവിടെയൊക്കെ, ആ ഇലയിലും നമുക്ക് ചെയ്യാം. രണ്ടിനും 2 ടേസ്റ്റാണ്. വാഴയുടെ ഇലയിൽ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ്. രണ്ടും കുഴപ്പമില്ല കേട്ടോ. ഇതില്ലെങ്കിൽ നമ്മൾ ചക്കമരത്തിൻ്റെ ഇലയില്ലേ, പ്ലാവിൻ്റെ ഇലയിൽ, അതിലും ചെയ്യാം കേട്ടോ.
അതും നല്ലതാണ്. കുമ്പിൾ പോലെ കുത്തിയിട്ടെടുക്കാം കേട്ടോ. ഈ 3 ഇലയിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഇലയിലേക്ക് നമ്മൾ ഒരു കോഴിക്കട്ടയുടെയൊക്കെ ഒരു നെല്ലിക്കയില ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ ഒരു ഉണ്ട എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ കൂട്ടില്ലേ, ചക്കയുടെ കൂട്ട്, അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറച്ച് വേണമെങ്കിൽ കുറച്ച്, അതുപോലെയാണ്. ഒത്തിരി കൂടുതലും ഒത്തിരി കുറവും ഇല്ലാതെ ഒരു മീഡിയം സൈസിൽ ചക്ക മിക്സ് ഇടുവാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒട്ടും പുറത്തേക്കൊന്നും പോവില്ല, വെള്ളത്തിൻ്റെ അംശം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ശർക്കര പാനി എടുത്തപ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളത്തിലാണ് ഈ ശർക്കര ഉരുക്കിയെടുത്തത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങോട്ട് അടച്ച് പ്രസ് ചെയ്യുക. 2 വശം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ. അതിന് ശേഷം ഇത് നമ്മൾ അപ്പച്ചെമ്പിലാട്ടോ, അപ്പച്ചെമ്പിൻ്റെ കാൽഭാഗം വെള്ളം വെക്കണം. ആ വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കും. എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് നമ്മൾ ആവിക്ക് വെക്കരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഴയുടെ ഇലയിലല്ലേ നമ്മൾ ചെയ്തേക്കണേ, അപ്പോൾ അത് വേവാനുണ്ട് ഗ്യാപ്പ് കിട്ടണം, ഇത് വരണം, ആവി കയറി വരണം. അതിനുണ്ട് സ്ഥലം ഇട്ട് കൊടുത്തേ വയ്ക്കാവുള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ വെന്തപ്പോൾ കണ്ടോ, വെന്തിട്ട് നമുക്കൊന്ന് നോക്കുക, ഇല ഇതിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരും. വെന്തിട്ടില്ലെങ്കിൽ പൊളിഞ്ഞു വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയുടെ അങ്ങോട്ട് റെഡി ആവുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ചക്കയുടെ സീസണല്ലേ, ഇഷ്ടംപോലെ ചക്ക വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ മിക്സിയുടെ ജാറിൽ പഴുത്ത ചക്ക അരച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് കുക്കറിനകത്തേക്കിട്ട് വേവിച്ചിട്ട് എടുത്ത് വെച്ചാലും മതി, വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. ചക്കയിൽ തന്നെ ജലാംശമുണ്ട്, ആ വെള്ളം മതിയാവും. 2 വിസിൽ കഴിയുമ്പോൾ നമ്മളൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കയുടെ അങ്ങോട്ട് റെഡിയായി. നമ്മൾ 2 ചക്കയുടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ലൊരു സമയത്തെ ആഹാരമായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും.